ഞാനത് എവിടെയും പറയും, ഞാനും എൻ്റെ കുടുംബവും എവിടെയും പറയും, കൃപാസന മാതാവിൻ്റെ അത്ഭുതം കൊണ്ട് മാത്രമാണ് ഇവന് ഈ നിലയിൽ നിൽക്കുന്നത്. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്വന്തം അമ്മയ്ക്കും അനിയനും ഒരു ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്ന അനിയനും മനസ്സിലായില്ല. അവന് അത്രയും അവൻ്റെ തലയൊക്കെ വേറെ രീതിയിൽ, കണ്ണൊക്കെ വേറെ രീതിയിലായിരുന്നു. ഞങ്ങൾക്ക് പോലും അവനെ, സ്വന്തം അമ്മയ്ക്കും അനിയനും അനീതിക്ക് പോലും ഇവനെ മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെയായിരുന്നു ഇവൻ. എൻ്റെ കുടുംബത്തെയും ഈ പ്രത്യക്ഷീകരണത്തിൽ സാക്ഷ്യമായതിന് ആദ്യമായി നന്ദി പറയുന്നു. എൻ്റെ പേര് അലീന മരിയ സന്തോഷ്. ഇതെൻ്റെ അമ്മയാണ്. അമ്മയുടെ പേര് ഷീന സന്തോഷ്. അനിയൻ്റെ പേര് ജോണൽ വില്യം. എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ അനിയന് 16 വയസ്സേ ആയിട്ടുള്ളൂ. ഇവൻ്റെ ഒരു അശ്രദ്ധ മൂലം ഇവനൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. അപ്പോൾ അത് ഇവൻ്റെ തലയോട്ടിക്കാണ് അത് ബാധിച്ചത്. 7 മാസത്തോളം നമ്മൾ ഹോസ്പിറ്റലിന് പുറകെ തന്നെ കടന്നു. 1 മാസത്തോളം വെൻറ്റിലേറ്ററിലായിരുന്നു. ഡോക്ടർ നമ്മൾ കൈ ഒഴിഞ്ഞതാണ്. നമുക്ക് ആദ്യത്തെ സർജറിക്ക് നമുക്കൊരു 6 ലക്ഷത്തോളം ഡോക്ടർ പറഞ്ഞതാണ്. പക്ഷെ എന്നാലും ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഈ സർജറി ചെയ്തിട്ട് കാര്യമില്ല, അവന് കിട്ടില്ല. ഇവനെ ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് ഞങ്ങൾ ഇവനെ ഐഡൻറ്റിഫൈ ചെയ്തത് ഇവൻ്റെ കയ്യിലെ ടാറ്റു വെച്ചിട്ടാണ് ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തത്. കാരണം ഇവൻ്റെ മുഖമൊക്കെ അത്രയും എൻ്റേർലി ഡിഫറെൻ്റ് ആയിരുന്നു. ഇവന് നമുക്ക് കാണാൻ തന്നെ നമുക്ക് മനസ്സിലാവത്തും കൂടി ഒരു ഫാമിലിയായി ഞങ്ങൾക്ക് പോലും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് നമ്മൾ എമർജൻസി സർജറിക്ക് കയറ്റിയ സമയത്ത് ഡോക്ടർ പറഞ്ഞു, ഇവന് കിട്ടില്ല, ഇവൻ്റെ അവസ്ഥ വളരെ മോശമാണ്. കാരണം ഇവൻ്റെ തലയോട്ടിക്ക് 2 കണ്ണിന് 2 കവള്, ഒരു താടിയല്, പിന്നെ റൈറ്റ് ലെഗിനാണ് ഇവന് പറ്റിയത്. അപ്പോൾ സാറ് പറഞ്ഞു, നിങ്ങൾ ഇത്രയും പൈസ ചിലവാക്കി നിങ്ങൾ സർജറി ചെയ്തിട്ട് കാര്യമില്ല എന്ന്. അപ്പോഴാണ് നമ്മൾക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ആൻറ്റി നമ്മുടെ കൃപാസന മാതാവിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങളെ പറ്റി നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ട് അന്ന് തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് പോന്നു ഉടമ്പടി എടുക്കാനായിട്ട്. കാരണം എൻ്റെ പപ്പ 1.5 വർഷം മുമ്പ് മരിച്ചു പോയതാണ്. അതിന് ശേഷമാണ് ഇവൻ്റെ ഈ ഒരു ആക്സിഡൻറ്റ്. നമ്മുടെ കുടുംബത്തിലൊരു ആൺതരി എന്ന് പറയാനായിട്ട് ഇവൻ മാത്രമേ ഉള്ളൂ. ഇവനെയും കൂടി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ജീവിച്ചിരുന്നിട്ടൊരു കാര്യമില്ല. അങ്ങനെ ഒരു അവസ്ഥ വരെ എത്തി. അപ്പോഴാണ് നമ്മൾ മാതാവിൻ്റെ അടുത്ത് വന്നതും നമ്മൾ ഉടമ്പടി എടുത്തതും. ഉടമ്പടി എടുത്തതിന് ശേഷം നമുക്കിവിടെ തേനും ഉപ്പും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ 1 മാസത്തോളം വെൻറ്റിലേറ്ററിലായിരുന്നു. നമ്മളിവനെ കാണാൻ കയറുന്ന സമയത്ത് നമ്മളിവൻ്റെ ശരീരത്ത് നമ്മൾ നാവിൽ തേനും, പിന്നെ ഇവൻ കിടക്കുന്ന ബെഡിൻ്റെ സൈഡിൽ നമ്മൾ ഉപ്പൊക്കെ ഇങ്ങനെ വിതറി കൊടുക്കുമായിരുന്നു. അങ്ങനെ ഇവന് ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. എന്നിട്ടും നമ്മുടെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടില്ല ഇവൻ ശരിയാകും. കാരണം അത്രയും വളരെ മോശമായിരുന്നു ഇവൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഫുള്ള് പ്രാർത്ഥനയായിരുന്നു. രാവിലെ ഉച്ചയ്ക്കും രാത്രിയും മാതാവിനെ വിളിച്ച് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ വെൻറ്റിലേറ്ററിൽ കിടക്കുന്ന ഇവൻ്റെ കൈ പതുക്കെ ചലിക്കാൻ തുടങ്ങി. ഇവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരാൻ തുടങ്ങി. അങ്ങനെയാണ് നമുക്ക് സാറൊരു ഹോപ്പ് തന്നത്. ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നില്ല മരുന്ന് കൊണ്ട് ആണ് ഇവന് ഇത്രയും ഭേദമായെന്ന് ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നില്ല. ഞാനത് എവിടെയും പറയും, ഞാനും എൻ്റെ കുടുംബവും എവിടെയും പറയും, കൃപാസന മാതാവിൻ്റെ അത്ഭുതം കൊണ്ട് മാത്രമാണ് ഇവന് ഈ നിലയിൽ നിൽക്കുന്നത്. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്വന്തം അമ്മയ്ക്കും അനിയനും ഒരു ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്ന അനിയനും മനസ്സിലായില്ല. അവന് അത്രയും അവൻ്റെ തലയൊക്കെ വേറെ രീതിയിൽ, കണ്ണൊക്കെ വേറെ രീതിയിലായിരുന്നു. ഞങ്ങൾക്ക് പോലും അവനെ, സ്വന്തം അമ്മയ്ക്കും അനിയനും അനീതിക്ക് പോലും ഇവനെ മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെയായിരുന്നു ഇവൻ്റെ ഉള്ളിലത്തെ എല്ലാ ബോഡി പാർട്സും ഫുള്ള് ഡാമേജ്ഡ് ആയിരുന്നു. ഞങ്ങളുടെ കയ്യിൽ ആകെ പൈസ എന്ന് പറയാനായിട്ട് കുറച്ച് സമ്പാദ്യം മാത്രമേ ഉള്ളൂ. കാരണം പപ്പ മരിച്ചു പോയതിന് ശേഷം നമ്മൾ ഫുള്ള് ഡൗണായി. അപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. അതിന് ശേഷമാണ് ഇവൻ്റെ ഈ ഒരു അവസ്ഥ വന്നത്. അങ്ങനെ നമ്മൾ മാതാവിനെ മുറുക്കെ പിടിച്ച് എല്ലാം മാതാവാണ് ഇവന് ചെയ്തു കൊടുക്കുന്നത്. കാരണം ഇവൻ്റെ കൈ ചലിപ്പിക്കുന്നത് മാതാവാണ്, ഇവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുത്തുന്നത് വരെ മാതാവാണ്. ഞങ്ങൾ അതാ വിശ്വസിക്കുന്നത്. കാരണം വേറെ ഒരു മരുന്നിൻ്റെ മിറാക്കിളല്ല ഇത്. അത് ഞങ്ങൾ എവിടെയും ആരുടെ മുമ്പിലും ഞങ്ങൾ ശബ്ദമുയർത്തി പറയും, കൃപാസന മാതാവിൻ്റെ ഒരു ശക്തി കാരണം മാത്രമാണ്. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ ട്രസ്റ്റിലായിരുന്നു ഇവന് ചികിത്സ ഉണ്ടായിരുന്നത്. നമുക്ക് അവിടെ നമുക്ക് അത്യാവശ്യം കാശ് കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ നമുക്ക് അവിടുത്തെ ചികിത്സാ ഫണ്ട് അറിയാമല്ലോ. അങ്ങനെ നമ്മൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഞാൻ പഠിക്കുന്നൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ ഒരു 7 മാസത്തോളം ഇവനെ നമ്മൾ
ഓരോ ഹോസ്പിറ്റൽ ഞങ്ങൾ വീട് പോലും നമ്മൾ കണ്ടിട്ടില്ല. 7 മാസത്തോളം ഇങ്ങനെ ഹോസ്പിറ്റൽ. ഞാനൊരു നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ്. ആ സമയത്താണ് എനിക്കൊരു എക്സാം വരുന്നത്. എനിക്ക് GNMൻ്റെ ലാസ്റ്റ് എക്സാം വരുന്നത് ആ സമയത്താണ്. എനിക്ക് പഠിക്കാനായിട്ട് യാതൊരു വഴിയില്ല. കാരണം ഇവനിടയ്ക്ക് ഫിക്സ് വരുന്നുണ്ട്, ഇവന് ട്രക്യോസ്റ്റമി ഉണ്ട്, NG ട്യൂബ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഇവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനൊരു നഴ്സിംഗ് പഠിക്കുന്നതായതുകൊണ്ട് എനിക്ക് കുറച്ച് ഇതൊക്കെ കണ്ട് ശീലമുള്ളത് കൊണ്ട് ഞാൻ നിന്നു. പക്ഷേ നമ്മളെത്ര കണ്ട് ശീലമുള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ സ്വന്തം കുടുംബത്തിലൊരാൾക്ക് വരുന്ന സമയത്ത് നമ്മൾ ഫുള്ള് ഡൗൺ ആവും. പക്ഷേ ഞങ്ങൾ ഡൗൺ ആയിട്ട് കാര്യമില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ വേറൊരു ആൺതേരി ഇല്ല. ഞങ്ങൾ തന്നെ എല്ലാം ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. കൃപാസന മാതാവ് അതിനുള്ള ശക്തി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ എനിക്ക് എക്സാമിൻ്റെ സമയത്ത് ഞാൻ മാത്രം ഹോസ്പിറ്റലിൽ, ബാക്കി എൻ്റെ ഫ്രണ്ട്സൊക്കെ എക്സാമിന് ഇരുന്ന് പ്രിപ്പറേഷൻ ചെയ്യുന്നു, പഠിക്കുന്നു. എനിക്ക് എന്താ ചെയ്യേണ്ടത്? കാരണം ലാസ്റ്റ് ഇയർ ആണ്. അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഒരു വർഷം പോകുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ ഫസ്റ്റ് ഇയറിൻ്റെ എക്സാമിൻ്റെ സമയത്താണ് എൻ്റെ പപ്പ മരിച്ചത്. ലാസ്റ്റ് ഇയറിൻ്റെ എക്സാമിൻ്റെ സമയത്താണ് ഇവന് ആക്സിഡൻ്റ് ആയത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ വരുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഞങ്ങൾ കൃപാസന മാതാവിനെ ഞങ്ങൾ മുറുക്കെ പിടിച്ചു. എനിക്ക് എക്സാമിന് പഠിക്കാനായിട്ട് ടെക്സ്റ്റ് ബുക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് അയച്ചേർന്ന് PDF വെച്ചിട്ടാണ് ഞാൻ എക്സാമിന് പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് വേറൊരു വഴിയില്ല, എനിക്ക് എൻ്റെ കോളേജിൽ പോയിട്ട് പഠിക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് ഇവനെ കിട്ടുന്ന സമയത്ത്, അതുമാത്രമല്ല ഇവനെ കിട്ടുന്ന സമയത്ത് എന്ന് പറയുന്നത് നമുക്ക് വെളുപ്പിനൊക്കെ കിട്ടുള്ളൂ. രാത്രി ഇവന് ഉറക്കമില്ല, ഇവന് പെയിന് കാരണം. ഇവന് കുറച്ച് ആ മാതാവിൻ്റെ തേനും ഉപ്പൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇവന് നല്ല മാറ്റം വന്നു തുടങ്ങി. ചെറിയ മാറ്റങ്ങളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങി. അപ്പോൾ ഇവന് പെയിൻ അറിയാൻ തുടങ്ങി. പിന്നെ തലയ്ക്ക് പറ്റിയതുകൊണ്ട് ഇവനിടയ്ക്ക് ഫിക്സ് വരാൻ തുടങ്ങി. അപ്പോൾ നമുക്കൊരു പോളം നമുക്ക് കണ്ണടയ്ക്കാൻ പറ്റില്ല. ഇതിപ്പോൾ രാത്രി സമയം അമ്മയാണ് ഇവൻ്റെ അടുത്ത് നിൽക്കുന്നതെങ്കിൽ പകൽ ഞാനായിരിക്കും. അങ്ങനെ ഞങ്ങൾ മാറി നിന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഇവൻ ഉറങ്ങുന്ന സമയം നോക്കി ഞാൻ ഹോസ്പിറ്റലിൻ്റെ പുറത്ത് പോയി ഇരുന്ന് പഠിക്കും. അപ്പോൾ ഞാൻ പറയും, മാതാവേ എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാക്കി തരണം, കാരണം വേറെ വഴിയില്ല. ഇനി ഞാൻ ജോലിക്ക് പോയാലേ എൻ്റെ കുടുംബം മുന്നോട്ട് പോകുള്ളൂ. കാരണം ഇവനെ വിട്ടിട്ട് എൻ്റെ അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ മാതാവിനെ മുറുക്കെ പിടിച്ചതും കൊണ്ട് മാത്രമാണ് എൻ്റെ അനിയൻ, വെൻറ്റിലേറ്ററിൽ 1 മാസം കിടന്ന അനിയൻ, കൈയും കാലും ഒന്നും ചലനം ഇല്ലാണ്ട് കിടന്ന അനിയൻ മാതാവ് ഇവിടെ കൊണ്ടുപോയി എത്തിച്ചത്. ഇവനാണ് ഏറ്റവും വലിയ സാക്ഷി നിങ്ങളുടെ മുമ്പിൽ. മാതാവ് സംരക്ഷിച്ചതിനുള്ള ഏറ്റവും വലിയ സാക്ഷി ഇവനാണ്. അപ്പോൾ മാതാവിനോട് ഞങ്ങൾ നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ തീരൂല. ഇതിപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഞാനിപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനായാലും ഫാമിലിക്കായാലും ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നെക്കൊണ്ട് അതൊക്കെ പറ്റുള്ളൂ. കൃപാസന മാതാവിനെ പറ്റി, ഇങ്ങനെ പള്ളിയിലെ അത്ഭുതങ്ങളെ പറ്റി, ഞങ്ങൾക്കുണ്ടായ അത്ഭുതങ്ങളെ പറ്റി ഞങ്ങളിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, മാതാവിൻ്റെ അത്ഭുതം കൊണ്ട് മാത്രമാണ് ബെഡ് റിഡനായി കിടന്ന എൻ്റെ അനിയൻ ഈ ഒരു നിലയിലെത്തിയത്. അപ്പോൾ മാതാവിനോട് എനിക്കും എൻ്റെ കുടുംബത്തിനും തീരാത്ത നന്ദിയുണ്ട്. അതിപ്പോൾ എങ്ങനെ നമ്മൾ എത്ര പറഞ്ഞാലും അത് നന്ദി തീരൂല. ഞങ്ങളിപ്പോഴും മാതാവിനോട് കടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഇനിയും ഞങ്ങളുടെ ജീവിതത്തിൽ മാതാവ് ഞങ്ങൾക്ക് കുറേ നല്ല കാര്യങ്ങൾ, ഞങ്ങൾക്ക് ആവശ്യമുള്ള നല്ല കാര്യങ്ങൾ മാതാവ് ഞങ്ങൾക്ക് ചെയ്തു തരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഹലോ, എൻ്റെ പേര് ജോണൽ വില്യം. എന്നെ കിട്ടൂല എന്ന് പറഞ്ഞ ഡോക്ടർ. അപ്പം എൻ്റെ അമ്മയാണ് എന്നെ രക്ഷിച്ചത്. എനിക്ക് വേണ്ടി ചികിത്സയ്ക്ക് അമ്മ താലിമാല വിറ്റിൽ പണയം വെച്ച് എന്നിട്ട് എന്നെ നോക്കി. എന്നിട്ട് എൻ്റെ സ്കൂളിൽ നിന്നൊക്കെ പിരിച്ചിട്ടാണ് എന്നെ നോക്കിയത്. അങ്ങനെയാണ് ഞാനിപ്പോൾ രക്ഷപ്പെട്ടത്. അയ്യോ, ഒരിക്കലും ഈ മാതാവിനെ മറക്കരുതിട്ടാരും. ഈശോനെ എപ്പോഴും ഞാൻ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കൂട്ടാ. എല്ലാവരും പ്രാർത്ഥിക്കണോട്ടാ. ഈശോനും മാതാവിനെ നന്ദിട്ടാ. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം, കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യാറുണ്ട്. നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങൾ എനിക്ക് ഒരു ദിവസം തന്നെ എല്ലാം കൊണ്ടുപോയി തീർക്കാൻ പറ്റില്ല, എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാ വീടുകളിലേക്കും, അതായത് നെഗറ്റിവിറ്റി പറയാത്ത എല്ലാ വീടുകളിലേക്കും, നെഗറ്റിവിറ്റി പറയുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ എന്താണ് കാര്യമെന്ന് അവർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കും. അപ്പോൾ അങ്ങനെ ഇഷ്ടംമാതിരി ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഇഷ്ടംമാതിരി ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും ഇതൊക്കെ അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞ ആൾക്കാർ വരെ നമ്മുടെ ഈ പള്ളിയിലേക്ക്, നമ്മുടെ കൃപാസന മാതാവിനെ വിശ്വസിച്ച് വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ
ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെല്ലാവരും വിശ്വസിക്കണം. നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഈ മാതാവിൻ്റെ അത്ഭുത ശക്തികൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതാണ് നമ്മൾ ഈ കുട്ടികൾക്കായാലും നമുക്ക് എല്ലാവർക്കായാലും ചെയ്യാൻ പറ്റുക. താങ്ക് യു. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 37-ാം അധ്യായം 5-6 തിരുവചനങ്ങൾ. ദൈവമായ കർത്താവ് ഈ അസ്ഥികളോട് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകൾ വെച്ച് പിടിപ്പിക്കുകയും മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ ജീവൻ പ്രാപിക്കും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. ദൈവമായ കർത്താവ് നമ്മുടെ ഇടയിൽ എന്നും ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ സത്യമായ സാക്ഷ്യമാണ് ഇന്ന് ഈ മകൻ അൾത്താരയിൽ ജീവനോടെ നിൽക്കുന്നത്. അലീന പറഞ്ഞ എല്ലാ സാക്ഷ്യ വിവരണവും നാം വളരെ ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു. നമ്മുടെ മെറിറ്റ് നഷ്ടപ്പെട്ട, വൈദ്യശാസ്ത്രത്തിൻ്റെ മെറിറ്റ് നഷ്ടപ്പെട്ട ഒരു സാക്ഷ്യമാണിത്. ഡോക്ടേഴ്സ് എല്ലാവരും കൈയൊഴിഞ്ഞു. ഇവർ ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് മാറിപ്പോയി എത്രയോ ചികിത്സകൾ തേടി ഈ മകനെ ഒരു ടാറ്റു കൊണ്ട് മാത്രമാണ് ഇത് തങ്ങളുടെ സ്വന്തം സഹോദരനാണ്, മകനാണ് എന്നവർ തിരിച്ചറിഞ്ഞതുപോലും. അങ്ങനെയുള്ളൊരവസ്ഥയിൽ അതേ ഞരമ്പും മാംസവും മജ്ജയുമായി ഇന്ന് നമ്മുടെ ഈ അൾത്താരയിൽ പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ സാമീപ്യത്തിൽ ഈ മകന് നിൽക്കാൻ കഴിഞ്ഞത് ഒരു അത്ഭുതമാണെന്ന് നമുക്ക് സാക്ഷ്യമായി രേഖപ്പെടുത്താം. മഗ്ദലേന മറിയത്തോട് ഈശോ അരുളി ചെയ്യുന്നുണ്ട്, ലോകം എവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നുവോ ഇവളെക്കുറിച്ച് പറഞ്ഞിരിക്കുമെന്ന്. നമ്മുടെ ജീവിത സാക്ഷ്യങ്ങൾ തന്നെ മറ്റൊരു സുവിശേഷമായി മാറുന്നത് നമ്മുടെ ജീവിത അനുഭവങ്ങളിലൂടെയാണ്. ഈശോയെ ആഴമായി സ്നേഹിക്കുമ്പോഴും പരിശുദ്ധ അമ്മയെ നാം ആഴമായി ശരണപ്പെടുമ്പോഴുമാണ്. പരിശുദ്ധ അമ്മ ഇവരുടെ കുടുംബത്തിനെ, പ്രത്യേകിച്ച് ഈ മകന് ചെയ്ത വലിയ അത്ഭുതത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.